ശിവഗിരിശിഖരാഗ്രേ ദിവ്യപദ്മാസനസ്ഥം ഭരതമഭയഹസ്തം പാവവിദ്യം സപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം. ഓം ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരത്ചന്ദ്രമരീചികേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീ ഗുരുവും ശാരദയും എന്ന ആത്മീയ കൂട്ടായ്മയിലെ മുഖ്യ സാരഥി ശ്രീ അനിൽജി സാർ, ആദരണീയരായ അഡ്മിൻ പാനലിലെ മറ്റംഗങ്ങൾ, ആത്മസഹോദരങ്ങൾ, പഠിതാക്കൾ, ബാലവേദിയിലെ കുഞ്ഞുമക്കൾ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കർക്കിടകം 1 മുതൽ കന്നി 5 വരെ നീണ്ടു നിൽക്കുന്ന ആത്മോപദേശ മഹായജ്ഞാചരണം ഇന്ന് 46-ാം ദിവസം എത്തിയിരിക്കുന്നു. ഈ മഹായജ്ഞത്തിലെ പങ്കാളിയാകാൻ എനിക്ക് സാധിച്ചത് ഗുരുവിൻ്റെ കടാക്ഷം കൊണ്ട് മാത്രം. ഇതിൻ്റെ അഡ്മിൻ പാനലിലെ എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഗുരു ആരാണ്? ഗുരു അറിവാണ്. പ്രപഞ്ചസത്യം വ്യക്തമായും പൂർണ്ണമായും കണ്ടറിഞ്ഞ ഋഷിയാണ് നാരായണ ഗുരു. അറിവ് നേടുകയാണ് ജീവിത ലക്ഷ്യം. ആ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ നാം ഓരോരുത്തരും ആര് എന്ന് അറിഞ്ഞ് ജീവിക്കണം. തന്നിൽ തന്നെ പൊരുളായിരിക്കുന്ന സത്യം അഥവാ ആത്മാവ് ഓരോരുത്തരും സ്വയം അന്വേഷിച്ച് കണ്ടെത്തി അതിൽ അമരുന്നതിന് വേണ്ടി ഗുരുദേവൻ 100 ഉപദേശങ്ങൾ ശ്ലോക രൂപത്തിൽ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതാണ് ദാർശനിക കൃതികളിലെ ശ്രേഷ്ഠമായ ആത്മോപദേശ ശതകം. ഗുരുദേവൻ ലോകത്തിന് അനുഗ്രഹിച്ചു നൽകിയ മഹത്വപൂർണമായ ഈ കൃതി മലയാള ഭാഷയ്ക്ക് ഗുരുദേവനിൽ നിന്നും ലഭിച്ച വരദാനമാണ്. ഈ കൃതി ഗുരുവിൻ്റെ ഹൃദയമാണ്. ഉപദേശം എന്നാൽ ഗുരു ശിഷ്യന് ഓതിക്കൊടുക്കുന്നതാണ്. എന്താണ് ജ്ഞാനം? നമ്മളെപ്പറ്റിയും നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തെ പറ്റിയും പരമമായ സത്യം അറിയുക എന്നതാണ്. മുന്നേ ഈ മഹായജ്ഞത്തിലെ എനിക്ക് ഈ ആത്മശതകം 100 ശ്ലോകത്തിലെ 2 ശ്ലോകങ്ങൾ 59ഉം 60ഉം 2 ശ്ലോകങ്ങൾ വായിച്ച് അത് വിശകലനം ചെയ്യുന്നതാണ് എൻ്റെ കർത്തവ്യം. നമുക്ക് ശ്ലോകത്തിലോട്ട് കിടക്കാം. ശ്ലോകം 59. അറിവിനെ വിട്ടത ഞാനും ഇല്ല, എന്നെ പിരിയുകില്ലറിവും പ്രകാശമാത്രം. അറിവറിയുന്നവനെന്നു രണ്ടും ഓർത്താൽ ഒരു പൊരുളാം, ഇതിനില്ല വാദമേതും. അറിവിനെ വിട്ട് എന്ന് വെച്ചാൽ അറിവിനെ ഒഴിവാക്കിയാൽ പിന്നെ അതാന്ന് പറഞ്ഞാൽ പിന്നെ അറിവിനെ ഒഴിവാക്കിയാൽ പിന്നെ ഞാനുമില്ല, ഞാൻ എന്നത് ഇല്ലാതാകും. പിന്നെയോ എന്നെ പിരിയുകൾ, എന്നെ ഒഴിവാക്കിയാൽ അറിവുമില്ല, അറിവും ഇല്ല. എന്നെ ഒഴിവാക്കിയാൽ അറിവുമില്ല, അറിവിനെ ഒഴിവാക്കിയാൽ ഞാനും ഇല്ല. അപ്പം പ്രകാശം മാത്രം എന്നുവെച്ചാൽ ഞാൻ എന്ന അറിവ് പ്രകാശം മാത്രമാണ്. അപ്പം അറിവ് അറിയുന്നവൻ രണ്ടും എന്നത് രണ്ടുമല്ല. അത് ചിന്തിച്ച് നോക്കിയാൽ ഒറ്റ പൊരുളാണ്. അറിവ് അറിയുന്നവൻ രണ്ടായിട്ട് തോന്നിയാലും അത് ചിന്തിച്ച് നോക്കിയാൽ ഒറ്റ പൊരുൾ മാത്രമാണ്. ഇതിനെ സംബന്ധിച്ച് യാതൊരു വാദവുമില്ല, ഇതിനെ സംബന്ധിച്ച് ഏതൊരു തർക്കവും ഇല്ല എന്നാണ് ഗുരു പറയുന്നത്. ഇതിന് യാതൊരു തർക്കത്തിനും ഇതിന് ഇവിടെ അവസരമില്ല. അപ്പം അറിവ് തന്നെയാണ്
ആത്മാവ് അഥവാ ഞാൻ എന്ന പൊരുൾ എന്ന് തന്നെയാണ് ഇവിടെ ഗുരു പറയുന്നത്. ഈ കൃതിയിലൂടെ ഗുരു സമർപ്പിക്കുന്നത് അത് തന്നെയാണ്. അപ്പം അറിവ് തന്നെയാണ് ആത്മാവ് അഥവാ ഞാൻ എന്ന പൊരുൾ. അപ്പം അറിവ് ആരുടേതും അല്ല, അത് നമ്മൾ ഓരോരുത്തരിലും സത്തായിരിക്കുന്ന അറിവ് തന്നെയാണ്. അത് പ്രകാശാനുഭൂതിമാണ്. അപ്പം കണ്ടെത്തേണ്ട പൊരുളായ അറിവ് തന്നെയാണ് അറിയുന്നവനായ അറിവ് എന്നാണ് ഗുരുദേവൻ പറയുന്നത്. അതായത് കണ്ടെത്തേണ്ട പൊരുളായ അറിവ് തന്നെയാണ് അറിയുന്നവനായ അറിവ്. അപ്പം ആ സത്യം ബോധ്യപ്പെടാനായിട്ടാണ് തെളിയാൻ യാതൊരു തർക്കവും ഇല്ലാതെ. അപ്പം അറിവിനെയും ഞാൻ എന്നതിനെയും രണ്ടായി കരുതി എൻ്റെ അറിവെന്ന് പറഞ്ഞു പോരുന്നത് അജ്ഞത കൊണ്ടാണെന്നാണ്, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടെന്നാണ് ഗുരു പറയുന്നത്. ഇനി നമുക്ക് 60ാമത്തെ ശ്ലോകം നോക്കാം. അറിവിനെയും മമതയ്ക്ക് അധീനമാക്കി പറയുമിതിൻ പരമാർത്ഥം ഓർത്തിടാതെ പറയിലും പരതത്വമെന്ന പോലെ അറിവിനെ അറിയുന്നവൻ അന്യം ആകുകയില്ല. പറയുമതിൻ, അതായത് ഈ പറഞ്ഞതിൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞ അറിവിനെ കുറിച്ച് പറഞ്ഞല്ലോ, ആ പറഞ്ഞതിൻ്റെ പരമാർത്ഥം മനസ്സിലാക്കാതെ, അവിടെ ഒരു നേരത്തെ തന്നെ നമുക്ക് പറഞ്ഞു തന്നു, ഇനി അവിടെ ഒരു വാദപ്രതിവാദമേ വേണ്ട, ഇല്ല എന്ന് ഇങ്ങനെ പറഞ്ഞു, അതിന് അവസരം ഇല്ലെന്ന് തന്നെ പറഞ്ഞത്. അപ്പം ആ പറഞ്ഞതിൻ്റെ പരമാർത്ഥം മനസ്സിലാക്കാതെ അറിവിനെ പിന്നെ എൻ്റേത് മമത, എൻ്റേത് അവരവരുടെ സ്വാർത്ഥത, എൻ്റേതെന്ന് കരുതി എൻ്റെ അറിവ് എൻ്റേത് എന്നിങ്ങനെ കരുതി പറഞ്ഞു പോരുന്നു. അപ്പം ഇങ്ങനെ പറയുന്നുണ്ട് എന്നിരിക്കലും ആ പരതത്വം, അതായത് ആ പറയാവുന്ന പരതത്വം എന്ന് വെച്ചാൽ അറിയുന്നവരിൽ നിന്ന് അത് അന്യമായിരിക്കുന്നത് പോലെ, അത് ആ അറിയുന്നവൻ നിന്നത് ഒരിക്കലും അന്യമല്ല. അതുപോലെ ഈ അറിവ് എൻ്റേതെന്ന് കരുതി പോരുന്ന ഈ അറിവ് അറിയുന്നവനിൽ നിന്ന് വേറായി ഉണ്ടായിരിക്കുന്നില്ല. അപ്പം ഞാൻ അറിവാണ് എന്നുള്ളത് നാം അറിയുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ അറിവാണ് എന്നതിന് പകരം അറിവ് എൻ്റേതാണെന്ന് കരുതുന്നത്. അപ്പോൾ അതിന് ഒരു ഉദാഹരണത്തിന്, ഒരു പൂവ്, ഒരു ചെടിയിൽ നിൽക്കുന്നൊരു പൂവിന് ആകൃതിയുണ്ട്, അതിന് നിറമുണ്ട്, അതിന് വലിപ്പം എത്രയുണ്ടോ അങ്ങനെ എല്ലാം ഉണ്ട്. അതെല്ലാം അതിൻ്റെ ഗുണങ്ങളാണ് അതിൻ്റെ. അപ്പം അതിനകത്തൊരു ഗുണിയുണ്ട്. ആ ഗുണങ്ങളെന്ന് പറയുമ്പോൾ നമ്മളെ ശരീരവും ബോധവും എന്ന് പറഞ്ഞ പോലെയാണ്. അത് ബോഡിയാണ്, സ്ഥൂലമാണ്. പിന്നെ അതിനകത്തൊരു സൂക്ഷ്മമുണ്ട്. ആ സൂക്ഷ്മം എന്ന് പറയുന്നതാണ് അതിൻ്റെ പരിമളം, അതിൻ്റെ സൗരഭ്യം. അപ്പോൾ അത് നമുക്ക് കാണാൻ കഴിയില്ല, അത് അദൃശ്യമാണ്. അതുപോലെ തന്നെയാണ് ഈ ശരീരത്തിനകത്തിരിക്കുന്ന ഈ ആത്മാവ്. അതാണ്. അപ്പം അത് ആണ് ആ ഒരു ഗുണവും ആ ഗുണി എന്നതുപോലെ തന്നെ ഇവിടെ ആത്മാവ്. അപ്പം എൻ്റെ അറിവെന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ ആത്മാവെന്ന് പറഞ്ഞു പോരുന്നു. അങ്ങനെ പറഞ്ഞാൽ ഞാനും ആത്മാവും ഒന്നല്ലാതായി പോവില്ല. പരമാർത്ഥത്തിൽ ആത്മാവ് തന്നെയാണ് ആ ഞാനെന്ന് പറയുന്നത്. അപ്പം എൻ്റെ അറിവെന്ന് പറയുന്നത് പോലുള്ളതുപോലെ തന്നെ അത് ഈശ്വരൻ്റെ അറിവെന്ന് രണ്ടല്ല, ഈശ്വരനും അറിവും ഒന്ന് തന്നെയാണ്. അപ്പം അറിവെന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത ഒന്നാണ് അനുഭവപ്പെടുന്നത്. അപ്പം അത് നാം തന്നെയാണ് ഏറ്റവും അടുത്തുള്ളത്. അപ്പം അവിടെ വേറൊരു പരതത്വം എന്ന് പറയുമ്പോഴത്തേക്ക് സകലതിനും അപ്പുറത്തുള്ള ഒന്നെന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് പരതത്വം ഈ അറിവും പരമാർത്ഥം അറിയുന്നവരിൽ നിന്നും അന്യമല്ല. ഇതാണ് ഗുരു ഈ 60ാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നത്. അതായത് അറിവ് തന്നെയാണ് ആത്മാവ്, അതായത് ഞാൻ തന്നെയാണ് പൊരുള്, അറിവ് ആരുടേതും അല്ല, ഓരോരുത്തരും സത്തായിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഗുരുദേവൻ പറയുന്നത് രണ്ടല്ല ഒന്നാണ്. പരതത്വം അതായത് ഞാൻ അറിവാണെന്നുള്ളത് നാം അറിയുന്നില്ല. ഞാൻ എന്നതിൻ്റെ സംസ്കൃത പദമാണ് ആത്മാവ്. ഈ ഞാൻ എന്ന് പറയുന്നതിൻ്റെ സംസ്കൃത പദമാണ് ആത്മാവ്. അപ്പം എൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഞാനും ആത്മാവും ഒന്നല്ലാതായി പോവും. പരമാത്മാവിൽ ആ പരമാർത്ഥത്തിൽ ആത്മാവ് തന്നെയാണ് ഞാൻ. ഇതാണ് ഈ 59ഉം 60ഉം ശ്ലോകത്തിലൂടെ പരമഹംസന ഗുരുദേവൻ നമുക്ക്
ആ, അറിവ് എന്നുള്ള ആ ഒരു എന്താണ് അറിവ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞാനും നീയും ഒന്നല്ല, ഒന്ന് തന്നെയാണ്. ഞാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നീയും ഒന്നാണ്, രണ്ടല്ല. അപ്പൊ ആരോട് വണങ്ങും? അവരെ തന്നെ വണങ്ങുന്നതാണ്. ഗുരുവിനോട് തന്നെ നമ്മൾ നമസ്കരിക്കുന്നു. അപ്പം നമ്മളെ നമസ്കരിക്കുമ്പോഴത്തേക്ക് തോന്നും നമ്മൾ വേറൊരു അന്യനെ നമസ്കരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അവിടെ അന്യാവും. അല്ല, ഗുരു അപ്പം നമ്മുടെ രണ്ടല്ല, ഒന്നേ ഉള്ളൂ. അപ്പം അറിയുന്നതും അറിയുന്നവനും ഒന്ന് തന്നെയാണെന്നാണ് ഈ 59 60 ശ്ലോകങ്ങളിൽ കൂടി എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വാക്കുകൾ ഒരു ദേവൻ്റെ പാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.